ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിന്റെ നാളത്തെ എപ്പിസോഡിലെ അടിപൊളി പ്രൊമോ ആട്ടോ വന്നിട്ടുള്ളത്. വീട് ചിപ്തിയാവുമ്പോ നന്ദിനി എല്ലാവരോടും ദേഷ്യപ്പെടണേ. നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിച്ച് ആ കടം വീട്ടിൽ കൂടായിരുന്നോ? ഇത് കേൾക്കുന്നതും നിർത്തടി എന്ന് പറഞ്ഞ് മാഷ് ഒച്ചയിടാ. നന്ദിനി അങ്ങ് ഞെട്ടിപ്പോകും. എങ്കിലും നന്ദിനിക്ക് നല്ല ദേഷ്യമുണ്ട്. ശേഷം പിന്നീടുള്ള ഭാഗത്തെ മാഷ് കമലയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. മാഷിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നുണ്ട്. മാഷ് ഇങ്ങനെ ആരുടെ മുന്നിലൊന്നും കരയാറില്ലല്ലോ. അത്രയും വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ്. എങ്കിലും ഈ ഒരു സംഭവം മാഷിന് സഹിക്കാനാവുന്നതിനപ്പുറമാണ്. ഇനി എന്ത് ചെയ്യുന്നറിയാതെ നിൽക്കുക. പിന്നീട് കാണിക്കുന്ന ഭാഗത്തില് കാട്ടിലാട്ടോ. അവിടെ വേദയും വിക്രവും കൂടെ നാട്ടിലെത്താനുള്ള വഴി തേടി നടക്കണേ. അങ്ങനെ നടന്നു പോകുന്നതിനിടയില് ഒരു കാവിന്റെ മുന്നിലെത്താ. ഈ കാട്ടിലുള്ള ആൾക്കാരുടെ ഒരു കാവാട്ടോ അത്. അവിടെ മരങ്ങളില് ഇങ്ങനെ റെഡ് കളറിലുള്ള പട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ശിവന്റെ ശൂലവും ഉണ്ട്. വേദയാണെങ്കിൽ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇവിടെ നിന്ന് തൊഴുത് വലം വെച്ചിട്ട് പോകാം. ഇത് കേൾക്കുന്ന വിക്രം പറയും, ഇതെന്താ ഹണിമൂൺ ട്രിപ്പാണോ? ഒരുമിച്ച് അർച്ചന ചെയ്യാനും വലം വെച്ച് ചുറ്റാനും ഇത് നമ്മുടെ ഹണിമൂൺ ആണോടി? ഇത് കേൾക്കുമ്പോ വേദ പറയും, ആഹാ, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് വിക്രവും പറഞ്ഞത്. നമുക്ക് ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ചിന്തിക്കാന്നേ. വിക്രം അത് കേട്ട് ചിരിക്കണേ. അങ്ങനെ അവര് സംസാരിച്ച് നിൽക്കുമ്പോ വേദ പെട്ടെന്ന് വിക്രമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുക. വിക്രം വേദേനെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ കാട്ടിൽ വെച്ചിട്ട് വേദയും വിക്രവും അവരുടെ പ്രണയം തുറന്നു പറയും ഒന്നാവുകയും ചെയ്യാണ്. എങ്കിലും അവർക്കിടയില് ചെറിയ ചെറിയ കുസൃതികളും കുറുമ്പുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് വീണ്ടും അവിടെ നിന്നൊക്കെ നടന്നു പോവാ. ഈ സമയം വീണ്ടും ആ ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെടാട്ടോ. വിക്രം വേദയെ സംരക്ഷിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് ഈ ഗുണ്ടകളോട് ഏറ്റുമുട്ടുന്നത്. വിക്രം അവിടുന്ന് പോയെങ്കിലും വേദയ്ക്ക് ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ ആവുന്നുണ്ട്. വേദ അവിടുന്ന് എഴുന്നേറ്റ് വിക്രമിന്റെ അടുത്തേക്ക് തന്നെ വന്നു നോക്കുക. ഈ സമയം വിക്രം ഗുണ്ടകളെ പിടിച്ച് കൈയൊക്കെ പിടിച്ച് ഒടിക്കുന്നുണ്ട്. അവരുടെ കയ്യിലെ വലിയ വലിയ വാളും കത്തിയൊക്കെ ഉണ്ട് കേട്ടോ. വിക്രം അതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് തട്ടി മാറ്റുന്നുണ്ട്. ഈ സമയം അഭിലാഷെ പിറകിലൂടെ വന്ന് വിക്രമിന്റെ കഴുത്ത് വെട്ടാനായി തുടങ്ങുക. ഇത് കാണുന്ന വേദങ്ങ് ഷോക്കായി പോകും. എന്നാ വിക്രമിനെ ഒന്നും പറ്റുന്നില്ല. വിക്രം തല താഴ്ത്തുന്നുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം വിക്രം രക്ഷപ്പെടുകയാണേ. എന്നാ വിക്രം രക്ഷപ്പെട്ടതാവുമ്പോ അഭിലാഷിനെ ദേഷ്യം ഇരട്ടിയാവണേ. വിക്രമനാണെങ്കിൽ അഭിലാഷിനോട് ഇപ്പൊ ഒന്നുകൂടെ ദേഷ്യമാണ്. കാരണം ജീനയുടെ മരണത്തിന് കാരണം ഇവരാണ്. പോരാത്തതിന് ആ ഗോഡൌണിലെ വിക്രമിന്റെ തലയിൽ അടിച്ചു വീഴ്ത്തിയതും പിന്നെ കൈ കെട്ടിയിട്ടിട്ട് മുഖത്തടിച്ചതൊക്കെ വിക്രമിന് നല്ല ഓർമ്മയുണ്ട്. അതെല്ലാം വിക്രം തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവര് എല്ലാവരെയും വിക്രം അടിച്ചൊതുക്കിയിട്ട് വേദയെ കൂട്ടി വീണ്ടും അവര് അവിടുന്ന് പോവാണ്. പക്ഷെ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ടില്ല കേട്ടോ. അങ്ങനെ വിക്രമും വേദയും കാട്ടിനകത്താണെങ്കിലും വേദ വിക്രം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ദിവസങ്ങള് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്